അൻപറിട്ട് മത്സരം ഘടകമേയല്ല. അതിനെ ഞങ്ങൾ തോണ്ടാൻ തയ്യാറല്ല. ഈ നെല്ലിൻ്റെ ഇടയിൽ പതിരിവട്ടമായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. ഈ അൻവർ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് രാജിവെച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാളെ നിർത്തല്ലാതെ രക്ഷല്ല, മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ കാണിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ്. ചിഹ്നത്തിലല്ലാതെ ഒരാളെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പണിയൊന്നും ഞങ്ങൾ എടുക്കേണ്ടി വരില്ല. ഈ മണ്ഡലം CPM-ൻ്റെ കുത്തക മണ്ഡലമൊന്നുമല്ല. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെ നിർത്തി ഇവിടെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രമറിയുന്ന പ്രബുദ്ധരായ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. ഇതിൻ്റെ അവസാനത്തെ തെളിനീര് ചാലിയാറ് വേനൽക്കാലത്ത് നല്ല തെളിനീരായി കുളിക്കാനും കുടിക്കാനും പറ്റുന്ന ശുദ്ധജലമായി അവശേഷിക്കാറുണ്ട്. ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കൊക്കെ ഒഴുകിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF വിജയിക്കും. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനും അമേരിക്കയൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ പിണറായി ഗവൺമെൻറ്റാണ്. ജനങ്ങളൊക്കെ അന്തം വിട്ടപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ വോട്ടുകൾ ചെയ്തു പോയി. അതിൻ്റെ ഖേദത്തിലാണ്. അതിൻ്റെ തെളിവുകൾ ആ തൃക്കാക്കരയും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ കണ്ടത്. അവരവിടെയൊക്കെ പറ്റിയത് ഇത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ 100 സീറ്റ് തികക്കാനാണ് തൃക്കാക്കര പോയത്. 99 100ആക്കാൻ. അവിടെ 100 അല്ല, കുറഞ്ഞു വരിക. 100 കീഴ്പോട്ടേക്കാണ് വരുന്നത്. 98 97 വരികയാണ്.